ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന രീതിയെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. അത് ഷാപ്പിൽ വെക്കുന്ന രുചിക്കുള്ള അടിപൊളി കപ്പ ബിരിയാണി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ വീഡിയോയിലോട്ട് നമുക്ക് പോവാം. നമ്മൾ കഴുകി വൃത്തിയാക്കി 1 കിലോ കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 1 കിലോ കപ്പയുണ്ട് കേട്ടോ. തൊലി കളഞ്ഞിട്ടുള്ള 1 കിലോ കപ്പയുണ്ട്. ഇത് നാട്ടിൽ നമ്മൾ തൊലിയോട് കൂടി മേടിക്കുമ്പോൾ ഒരു 1,400 കപ്പ മേടിച്ചു കഴിഞ്ഞാൽ അതിന് തൊലിയും മുട്ടിയെല്ലാം കളഞ്ഞ് വരുമ്പോൾ 1 കിലോ കപ്പ കിട്ടും. ഇതിവിടെ 1 കിലോ കപ്പയായിട്ട് ഇങ്ങനെ പൊളിച്ചാണ് വരുന്നത്. അതുകൊണ്ട് ഇത് 1 കിലോ കപ്പ മുഴുവനായിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബിരിയാണിക്ക് വേണ്ടി ആവശ്യമുള്ള കപ്പ ബിരിയാണിക്ക് വേണ്ടി ആവശ്യമുള്ള മസാലക്കൂട്ട് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു അരമുറി തേങ്ങ എടുത്ത് വെക്കുക. ഒരു മീഡിയം സവോള കേട്ടോ, തീരെ ചെറുതല്ല, ഒരു മീഡിയം സവോള. സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 5-6 കഷ്ണം ചെറിയ ഉള്ളി ഇട്ടാലും മതി. അതാകുമ്പോൾ കുറച്ചും ടേസ്റ്റ് കിട്ടും. പിന്നെ ഒരു 2 കഷ്ണം കറുവപ്പട്ട, ഒരു പച്ചമുളക്, എരിവില്ലാത്ത പച്ചമുളകാണ് 2 ഇടുക. ഇതിപ്പോൾ എരിവുണ്ട് കേട്ടോ, നല്ല എരിവുള്ള പച്ചമുളകാണ് ഇത്. പിന്നെ ഒരു 5-6 കഷ്ണം വെളുത്തുള്ളി. ഇത് വലിയ വെളുത്തുള്ളിയാണ്. നാട്ടിലെ ഒരു മുഴുവനോടെയുള്ള ഒരു വെളുത്തുള്ളി എടുത്ത് വെച്ചാൽ മതി. പിന്നെ ഒരു ഗ്രാമ്പു, ഒരു 8-10 ഗ്രാമ്പുവിൻ്റെ ഇതുണ്ടാവും. പിന്നെ ഒരു കുറച്ച് കുരുമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടുന്ന മസാലക്കൂട്ടായിട്ട് വേണ്ടത്. പിന്നെ കറിവേപ്പിലയും കൂടെ നമ്മൾ എടുത്ത് വെക്കണം. അഡീഷണൽ നമ്മൾ വറുത്ത് കഴിയുമ്പം ഞാനത് പറഞ്ഞുതരാം. കപ്പ ബിരിയാണിക്ക് വേണ്ടുന്ന അടുത്ത സാധനം എന്ന് പറയുന്നത് ബീഫാണ്. എല്ലോട് കൂടിയ ബീഫ്. നമ്മൾ ഒരു കിലോ, ഏകദേശം 1 കിലോ ഉണ്ട്. ഇത് ഒരു 800 ഗ്രാമിനടുത്ത് ബീഫ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കിലോ കപ്പയ്ക്ക് നമ്മൾ 800 ഗ്രാം ബീഫ് ഇട്ടാൽ മതിയാവും. എല്ലും ഇറച്ചിയോടെ കൂടിയ 1 കിലോ ബീഫ് നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 കിലോ കപ്പയ്ക്ക് വേണ്ടിയുള്ളത് ധാരാളം മതിയാവും. 1 കിലോ 800 ഗ്രാം മുതൽ 1 കിലോ ബീഫ് വരെ നമുക്ക് 1 കിലോ കപ്പയ്ക്ക് ചേർക്കാവുന്നതാണ്. നമുക്കിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ടിട്ട് മസാല ചേർത്തിട്ട് നമുക്ക് സെപ്പറേറ്റ് നമുക്ക് ബീഫ് ആദ്യം തന്നെ വേവിച്ച് എടുക്കാം. അതിനുവേണ്ടി നമുക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക, 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലപ്പൊടി ഇടുക, 2 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് കുക്കറിലിട്ട് നമുക്കൊന്ന് വേവിച്ച് നല്ലപോലെ എടുക്കാം. നമ്മുടെ ബീഫ് ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്ക് ബീഫ് വെന്തോ നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. നമ്മൾ 8 വിസിൽ അടിക്കാൻ വേണ്ടിയാണ് ബീഫ് വെച്ചത്. ബീഫിന് മൊത്തം ഗ്യാസ് എല്ലാം പോയി. നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. പാകത്തിന് എരിവുണ്ട്. അതുപോലെ തന്നെ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഇതായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് ഇറച്ചി നമ്മൾ ആദ്യം വേവിച്ചിട്ട് നോക്കുക. എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് മസാല കൂട്ട് വറക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കണ്ടമാനം എരിവ് ഇനിയിപ്പോൾ മസാലയ്ക്കകത്ത് ചേർക്കേണ്ട കാര്യമില്ല. കാരണം അതിൻ്റെ ഓൾറെഡി ഗ്രാമ്പും കറുവപ്പട്ടയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ എരിവും കൂടെ നമുക്ക് ഫീൽ ആവും. അപ്പം അധികം എരിവ് ഇടിഞ്ഞ് ഇടേണ്ട കാര്യമില്ല. ഇത് കറക്റ്റായിട്ടുണ്ട്. ഇത് നമ്മളിനി അടുത്തതായിട്ട് കപ്പ ബിരിയാണിക്ക് വേണ്ടുന്ന മസാല റെഡിയാക്കാൻ പോകണം കേട്ടോ. നമ്മളൊരു പാൻ എടുത്ത് ചൂടാക്കാൻ വേണ്ടി വെക്കുക. ഒരു കുറച്ച് എണ്ണ നമ്മൾ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പാനിൻ്റെ അകത്ത് കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ. എണ്ണ ചൂടായി കഴിയാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് എന്നിട്ട് അരമുറി തേങ്ങ നമ്മൾ എടുത്ത് വെച്ചായിരുന്നു. നേരത്തെ നമ്മൾ ചിരണ്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ അരമുറി തേങ്ങ നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഇത് നമ്മൾ നേരത്തെ മസാലയ്ക്ക് വേണ്ടി എടുത്ത് വെച്ച സാധനങ്ങളാണ്. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഗ്രാമ്പു, കുരുമുളക്, കറുവപ്പട്ട. ഇത്ര സാധനങ്ങൾ ഞാൻ ചോപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് തേങ്ങയ്ക്കകത്ത് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഏകദേശം നമ്മുടെ തേങ്ങയും ഉള്ളിയും കറുവപ്പട്ടയൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇറച്ചി മസാലപ്പൊടി ഇടുക ഇതിൻ്റെ അകത്തേക്ക്. അതുപോലെ കാശ്മീരി ചില്ലി നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. നമുക്കിതിന് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ലപോലെ. മസാലപ്പൊടി മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടാറാൻ വേണ്ടി വെക്കാം. എന്നിട്ട് നമുക്കിത് മിക്സിക്കകത്തിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം നമുക്ക് കേട്ടോ. ഇത് നമ്മൾ മൂപ്പിച്ചെടുത്ത മസാലപ്പൊടിയാണ് കേട്ടോ. നമ്മൾ തേങ്ങയും ഉള്ളിയും കറുവപ്പട്ടയും ഗ്രാമ്പും എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ വറുത്തെടുത്തതാണ്. ഇത് നമ്മൾ എന്നിട്ട് മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുത്തു. ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫാണ് കേട്ടോ. നമുക്കിനി ഈ ബീഫിൻ്റെ അകത്തേക്ക് നമ്മൾ മസാലയൊക്കെ ചേർത്ത് നമ്മൾ കുക്കറിനകത്തിട്ട് വെച്ച മീറ്റാണിത്. നമുക്ക് ഈ മീറ്റിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്ത മസാലപ്പൊടിയുണ്ട്. ഈ മസാലപ്പൊടി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഇറച്ചി ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. നമുക്ക് ചെറിയ തീ കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ച മസാലപ്പൊടി നമ്മൾ ഇറച്ചിക്കകത്ത് ഇട്ട് കൊടുക്കുക.
ഇറച്ചിക്കകത്തേക്ക് നല്ലപോലെ ഒന്ന് പിടിക്കും. നമുക്കൊരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാല, വറുത്ത മസാലയും കൂടെ ഈ ഇറച്ചിക്കകത്തേക്ക് പിടിക്കും. നമ്മൾ ഈ മസാലയെല്ലാം നമ്മൾ ഈ ഇറച്ചിക്കകത്താണ് ചേർക്കുന്നത് കേട്ടോ. ഈ ഇറച്ചിക്കകത്ത് മൊത്തം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നിങ്ങൾ കുറച്ചൊന്ന് ലൂസാക്കണം, കുറച്ചൊരു ചാറ് രൂപത്തിലാക്കണം കേട്ടോ ഈ മസാല. കാരണം നമുക്ക് കപ്പയ്ക്കകത്ത് ഒഴിക്കുമ്പം കപ്പ ഓൾറെഡി നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് കപ്പ. അപ്പോൾ ആ കപ്പയ്ക്കകത്തും കൂടെ ഈ ചാറ് പിടിക്കണം. അപ്പോൾ ഇച്ചിരി ഒരു ഗ്രേവി പോലെ നമ്മൾ ആക്കണം. ഈ ഒരു പരുവത്തിൽ നമ്മൾ കുറച്ച് ലൂസാക്കണം ഈ ഇറച്ചി. അപ്പോൾ നമ്മൾ കപ്പയ്ക്കകത്തും കൂടെ ഇടുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. തീരെ ഡ്രൈ ആക്കരുത്, ഇതേപോലെ കുറച്ച് ചാറ് പോലെ ആക്കി എടുക്കണം. കപ്പയ്ക്കകത്തും കൂടി ഇടുമ്പോഴത്തേന് അല്ലെങ്കിൽ പിന്നെ ഇത് തീരെ ഇതായി പോവും. അപ്പോൾ കപ്പയ്ക്കകത്തും കൂടി ഇടാനുള്ളത്, കപ്പ ഡ്രൈ ആണല്ലോ, അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കുക. ഇത് കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിക്കുവാണ്, ഞാൻ കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കുവാണ്. തിളച്ച് കഴിയുമ്പോൾ കുറച്ച് വെള്ളം പറ്റും. ഈ ഒരു തരത്തിൽ ഞാനൊന്ന് ലൂസാക്കിയത്. ഇതേപോലെ ഒന്ന് ലൂസാക്കി എടുക്കുക. ഈ ഒരു പരുവം മതി. ഇതിപ്പോൾ കപ്പയ്ക്കകത്ത് ഒഴിക്കുമ്പോൾ കപ്പയും കൊണ്ട് ഡ്രൈ ആണ്. അപ്പം ഈ ചാറെല്ലാം കൂടെ കപ്പയ്ക്കകത്തോട്ട് പിടിക്കുമ്പോൾ നല്ല ഇതായിട്ട് വരും. നമ്മളിന്നീ ഈ ഇറച്ചിക്കകത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഉപ്പില്ലെങ്കിൽ നമ്മൾ ഈ ഇറച്ചിക്കകത്ത് തന്നെ ഉപ്പിട്ടിട്ട് കപ്പയ്ക്കും കൂടെ ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഇറച്ചിക്കകത്തേക്ക് തന്നെ ചേർക്കുക. നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. മസാല എല്ലാം കൂടെ ഈ ഇറച്ചിക്കകത്തേക്കും കൂടെ ഒന്ന് പിടിക്കും. നമ്മൾ മസാല എല്ലാം കറക്റ്റ് ആണെന്നൊന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഈ ഇറച്ചിക്കകത്തേക്ക് ഇട്ടാൽ മതി. നമ്മളെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മസാലയൊക്കെ ഇട്ട് നല്ലപോലെ തിളച്ചു. നമുക്കിനിയും കപ്പ നമുക്ക് വേവിച്ചെടുക്കാം. കപ്പ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കപ്പ നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ കപ്പ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിനി കപ്പയെ നമുക്ക് ഊറ്റിയെടുക്കാം. നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്. കപ്പ ഞാൻ നല്ലപോലെ ഊറ്റിയെടുത്തു കേട്ടോ. കപ്പ നമുക്ക് സെപ്പറേറ്റ് തന്നെ ഉടച്ചെടുക്കാവേ. നമ്മുടെ വെന്ത കപ്പ നല്ലപോലെ ഉടച്ചെടുത്തു കേട്ടോ. നമ്മൾ കപ്പ സെപ്പറേറ്റ് തന്നെ ഉടച്ചെടുക്കുക. അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ ഇറച്ചി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ചില വേവാത്ത കപ്പയുണ്ടെങ്കിൽ അത് ഉടയാതിരിക്കും. അപ്പോൾ നമ്മൾ കപ്പ ആദ്യം സെപ്പറേറ്റ് തന്നെ ഉടച്ചെടുക്കുക. അതിനുശേഷം മാത്രം നമ്മൾ ഇറച്ചി ഇടുക. നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഇറച്ചി നമ്മൾ കപ്പയുടെ മുകളിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി നല്ലപോലെ ഇത് കപ്പയും എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഫൈനലി നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് ഉപ്പും കാര്യങ്ങളും എരിവും ഒക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു പോകാം കേട്ടോ. എങ്ങനെയുണ്ട് ബന്ധത്തെ കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞാൽ എങ്ങനെയുണ്ടെന്നല്ല. അടിപൊളിയാണോ? എരിവെല്ലാം കറക്റ്റാണോ? ഭാഗത്തുണ്ടോ എരിവ് രുചിയെല്ലാം? എനിക്ക് എരിവ് കൂടുതലാ, പക്ഷെ നല്ലതാ. പക്ഷെ പാകത്തിനുള്ള എരിവാ. അതെയോ? നിനക്ക് ഇച്ചിരി കൂടുതൽ ഉണ്ടാവും, നീ കുഞ്ഞല്ലേ. പൊന്നൂസേ, അപ്പൊ അടിപൊളി കപ്പ ബിരിയാണി അല്ലേ? അപ്പൊ നമ്മുടെ എന്നാ ചെയ്യേണ്ടത്? നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം, പിന്നെ മറ്റുള്ളവർക്ക് ഷെയറും ചെയ്യണം, പിന്നെ കമന്റ് ഇടണം. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. അപ്പം നിങ്ങൾ ഈ രീതിയിലൊന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കി നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഷാപ്പിലേക്കാളും അടിപൊളി രുചിയിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ വേണ്ടി പറ്റും. ഞങ്ങൾ ഈ പറഞ്ഞ ചേരുവയെല്ലാം ചേർത്തിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നല്ലതാണെങ്കിൽ നിങ്ങൾ അടിയിൽ കമന്റ് ചെയ്യുക. നല്ല അടിപൊളി സൂപ്പർ കപ്പ ബിരിയാണി നമുക്ക് ഇതേപോലെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു അടിപൊളി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.